2025 ലാസ്റ്റോടു കൂടിയാണ് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ട് പോകും എന്നൊക്കെ വിചാരിച്ചാണ് ഈ ചാനൽ തുടങ്ങിയത്. ബട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് പോകാൻ പറ്റിയില്ല. ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അത് എൻ്റെ ഡിക്ഷണറിയിൽ അത്ര പെർഫെക്റ്റ് വാക്കല്ല. കാരണം കൺസിസ്റ്റൻസി എനിക്ക് പറ്റിയൊരു കാര്യമല്ല. കാരണം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. അതൊരു 30 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിലും അതിൽ കൂടിയൊരു വീഡിയോ ആണെങ്കിലും ഈ വോയിസ് ഓവർ ഇടുക എന്ന് പറയുന്നത് നല്ലൊരു എൻവയോൺമെൻറ്റിൽ ഇരുന്ന് വേണം നമുക്കിത് റെക്കോർഡ് ചെയ്തെടുക്കാൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അങ്ങനെ ഒരു ആംബിയൻസ് കുറവാണ്. എനിവേ, എന്തായാലും ഞാൻ മാറ്ററിലേക്ക് വരാം. എൻ്റെ ഈ ചാനൽ 2026 ജനുവരി അവസാനിക്കാറായപ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു ചാനൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവന്നാലോ എന്നൊരു ആലോചന. അപ്പം ഞാൻ റെഗുലറായിട്ട് ഇട്ടുകൊണ്ടിരുന്നത് ഞാൻ ഫുഡ് ഡെലിവറിക്ക് പോകുന്ന ആ ഒരു കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഫുഡ് ഡെലിവറി ചെയ്തിട്ട് വരുമ്പോഴാണ് എനിക്ക് ചാനൽ റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നിയത്. ഇപ്പം ഞാൻ എടപ്പള്ളിയിൽ നിന്നും വൈറ്റില ഭാഗത്തേക്ക് പോകുകയാണ്. അങ്ങനെ പാലാരിവട്ടം ജംഗ്ഷനിൽ നിന്നും റൈറ്റിലേക്ക് എടുത്ത് പാലാരിവട്ടത്തേക്ക് പോകുമ്പോഴാണ് ഇങ്ങനൊരു കാഴ്ച ഞാൻ കാണുന്നത്. ഈ സൈഡിലോട്ട് അങ്ങനെ ഞാൻ വരാറില്ല. ഇപ്പോഴാണ് ഞാൻ ഈ ഒരു പില്ലറിൻ്റെ മേളിൽ മെട്രോയ്ക്ക് വേണ്ടിയുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം മെട്രോ പണി നല്ല വേഗത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ചെയ്തു വെച്ച മെട്രോയിൻ്റെ പില്ലറിനേക്കാളും ഇതിന് നല്ല പൊക്കം ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യും. പിന്നെ ഈ 2 മെട്രോയും കൂടെ കണക്ട് ചെയ്യുന്നൊരു ഭാഗമായിരിക്കും മിക്കവാറും പാലാരിവട്ടം. കാരണം ഈ 2 ഭാഗം കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം മെട്രോ കണക്ട് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പം മിക്കവാറും ഈ 2 മെട്രോയുടെയും ഒരു ജംഗ്ഷനായിട്ടായിരിക്കും പാലാരിവട്ടം വരാൻ ചാൻസ്. എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് ഇതുവരെയായിട്ടും കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല.